ഒരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. എന്താടാ ഇത്? എന്താ? സോറി ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയതാ. ഹെൽമറ്റോ? നിനക്ക് എന്താടാ പറ്റിയത്? അച്ഛനെ കേറി സാറേന്ന് വിളിക്കും. ഓ അച്ഛനായിരുന്നോ? ഞാൻ ബൈക്കിൽ പോകുന്നതായിട്ട് സ്വപ്നം. ട്രാഫിക് പോലീസ്. എടാ നിന്നെ പഠിക്കാൻ പറഞ്ഞേൽപ്പിച്ചു പോയതല്ലേ ഞാൻ. എന്നിട്ടാണോ നീ സ്വപ്നം കണ്ടിരിക്കുന്നത്? അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടില്ലേ അച്ഛാ സ്വപ്നം കാണണെന്ന്? അങ്ങേര് പറഞ്ഞത് ബൈക്കിൽ കറങ്ങുന്നതായിട്ട് സ്വപ്നം കാണാനല്ല. എന്റെ അച്ഛാ സ്വപ്നല്ലേ. ഇന്ന് സ്വപ്നം കാണണെന്ന് നിർബന്ധം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വപ്നത്തിൽ എന്താണോ വരുന്നത് അതങ്ങ് കാണുക, അത്രയുള്ളൂ. എടാ നിന്നെ ഞാനുണ്ടല്ലോ. അച്ഛൻ ചൂടായി വരുന്നുണ്ട്, ഒന്ന് സോപ്പിട്ട് കളയാം. അച്ഛാ ആ ചുമരില് തൂക്കിയിട്ട ഫോട്ടോ അച്ഛന്റെ ഫോട്ടോ അല്ലേ? പിന്നല്ലാതെ വല്ലോരുടെയും പടം എന്തിനാടാ ഞാൻ ഇവിടെ തൂക്കുന്നത്? എന്ത് ഭംഗി അച്ഛന്റെ ചിരി കാണാൻ. അടിപൊളി. ഇത് എപ്പെടുത്ത ഫോട്ടോയാ അച്ഛാ? നീ ചുമ്മാ സുഖിപ്പിക്കാൻ ഓരോന്ന് പറയാതെ. അയ്യോ അച്ഛാ, സത്യമായിട്ടും ഞാൻ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല. ബ്യൂട്ടിഫുൾ സ്മൈൽ. എനിക്ക് വയ്യ. ഇത് പഴയ ഫോട്ടോയാ. ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോയാടാ ഇത്. ചിരി കൊള്ളാല്ലേ? അത് ശരി. അപ്പൊ അങ്ങനെ വരട്ടെ. വിവാഹത്തിന് മുമ്പുള്ള ഫോട്ടോയാണല്ലേ? അതെ. എന്താ പിന്നെ എന്താ അച്ഛാ? കല്യാണത്തിന് ശേഷം അച്ഛന്റെ ചിരി ഒരുമാതിരി ചിമ്പാൻസിയുടെ ഇളിയായി പോയത്. എടാ കുരുത്തം കെട്ടവനെ, നിന്നോട് പഠിക്കാൻ പറഞ്ഞിട്ട് അനാവശ്യം ചോദിച്ചിരിക്കാണോടാ? പഠിക്കടാ. എനിക്കൊരു മോനുണ്ടാവട്ടെ, ഇതിനുള്ള പ്രതികാരം ഞാൻ അവനോട് തീർത്തോളാം. ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. എടാ നിന്നോട് തീപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ എന്താ വാങ്ങിച്ചോണ്ട് വന്നത്? തീപ്പെട്ടി അല്ലാതെ തീപ്പെട്ടിക്ക് പറഞ്ഞ ഇസ്തിരിപ്പെട്ടിയാണോ വാങ്ങിച്ചു കൊണ്ടിരുന്നത്? എടാ ആ തീപ്പെട്ടിയിൽ ഒരൊറ്റ കൊള്ളി പോലും കത്തുന്നില്ല. ദേ ഇങ്ങനെ മുഖത്ത് നോക്കി കളവ് പറയരുത് കേട്ടോ. ഞാൻ കുത്തിയിരുന്ന് അതിലെ ഓരോ കൊള്ളിയും ഉരച്ചു നോക്കി കത്തുന്നതാണെന്ന് ഉറപ്പാക്കിയിട്ട് അച്ഛന് തന്നത്. വെറുതെ കള്ളം പറഞ്ഞാണ്ടല്ലോ.